തോന്നയ്ക്കൽ മങ്കാട്ടുമൂല മേലതിൽ ഭഗവതി ക്ഷേത്രം. ഫോൺ നമ്പേഴ്സ് 9847859823. അനദർ നമ്പർ 9846474264. മേലതിൽ ഭഗവതി ടെമ്പിൾ, മങ്കാട്ടുമൂല, തോന്നയ്ക്കൽ നിയർ സായിഗ്ര. നമസ്കാരം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ മേലതിൽ ഭഗവതി ക്ഷേത്രം മങ്കാട്ടുമൂലയെക്കുറിച്ചാണ്. അത് തോന്നയ്ക്കലാണ്. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. തോന്നയ്ക്കൽ മങ്കാട്ടുമൂല മേലതിൽ ഭഗവതിയുടെ ആഗോളമായിട്ടുള്ള ചരിത്ര വിഷയങ്ങളാണ് നമ്മളിപ്പോൾ സംഭാഷണം നടത്താൻ പോകുന്ന അവസ്ഥകൾ. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമായിരുന്നു. ആ പാരമ്പര്യ ഗുണഭാഗം തുടർന്ന് പിൽക്കാലങ്ങൾ മുമ്പോട്ട് വന്ന് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ, ഇപ്പോൾ ഈ അവസ്ഥയിലെത്തുക എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ്. കാരണം ജ്യോതിഷ ശാസ്ത്ര വിധി പ്രകാരം ഷഡാധാര പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണിത്. ഇപ്പോൾ ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വളരെ അപൂർവമാണ്. തെക്കൻ കേരളത്തിൽ തന്നെ ഷഡാധാര പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അതീതമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കാര്യമായിട്ട് പറയാൻ അറിയില്ല. അതിന് തക്ക മറുപടി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് പുറമെ എൻ്റെ അറിവിൽ ഇവിടെ ഊരൂപ്പൈക പരാശക്തി ഓം പരാശക്തി ക്ഷേത്രം എന്നും പറഞ്ഞ ക്ഷേത്രം നിർമ്മിച്ചു. എൻ്റെ അറിവിൽ അത് ഷഡാധാര പ്രതിഷ്ഠയാണ്. കിണറ്റിനകത്ത് വെള്ളത്തിനടിയിൽ നിന്നാണ് എൻ്റെ ഉൽപ്പത്തി. അപ്പം അതുപോലെയുള്ള ഒന്നുകിൽ പാറ അല്ലെങ്കിൽ വെള്ളം, ഇങ്ങനെ ഒരവസ്ഥയുണ്ട് ക്ഷേത്ര നിർമ്മാണത്തിൽ. അതിൻ്റെ അടിയിൽ നിന്ന് ഉൽപ്പത്തി ഭാഗം ഇങ്ങനെ സ്വീകരിച്ച് വരുന്നതാണ് ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഒരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ മേലതിൽ ഭഗവതി ക്ഷേത്രം എന്ന് കാണുന്ന അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റു രീതിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനും തന്നെ ഒന്നും തന്നെ ഇല്ല. ഈശ്വരീയ ചൈതന്യതാ ഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ മുൻതൂക്കമുള്ളൂ. അല്ലാതെ മറ്റ് വിശേഷങ്ങൾ ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കില്ല, നടത്തുന്നില്ല. സത്യസന്ധമായിട്ട് ജീവിതചര്യ ഭാഗങ്ങളിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ജീവിത ചൈതന്യത്തിൽ നമുക്ക് വേണ്ടത് ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവം പഠിപ്പിക്കുന്ന പാഠത്തിലൂടെ ആണെന്ന് ഈ ക്ഷേത്ര ഭാഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം എന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നൂറ്റാണ്ടിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളുടെ എന്ന് അവകാശപ്പെടുന്ന ഒരു ഭാവമാണെന്ന് ദൈവവിഷയങ്ങളിൽ വരെയും വന്നെത്തി നിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാനെന്നോ എൻ്റേതെന്നോ അത് എൻ്റെ ഒരു ശക്തി കൊണ്ടോ ചൈതന്യത കൊണ്ടോ ആണ് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായി എന്ന് അവകാശപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതല്ല സത്യം. ഈശ്വരീയമായ ഒരു ചൈതന്യതാഭാഗത്തിൽ അനുഭവസ്ഥരുടെ അനുഭവത്തിലൂടെ കണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ഭക്തനും ചെയ്തു കൊടുത്ത ഈ ദേവാലയത്തിൽ നിന്നുണ്ടായ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിർമ്മിതമായ ക്ഷേത്രങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും. വിഗ്രഹത്തോട് കൂടി ഇന്ന് പ്രദർശിച്ചിരിക്കുന്ന ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, ത്രികാല ഭഗവതിയായ ഭഗവതി മൂകാംബിക, അതാണ് ഇവിടുത്തെ മൂലവിഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളതായ ഈ നിർമ്മിതമായ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഈശ്വരീയ ചൈതന്യത ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്ന. ആ വിശ്വാസികളായിട്ട് ഒത്തിരി ദരിദ്രരായ ആളുകൾ, ദുരിതങ്ങൾ, ദോഷങ്ങൾ അനുഭവിച്ച ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന ഒട്ടേറെ വിശ്വാസികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തു നിന്നും തന്നെ വിശ്വാസികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു.
അവർക്കെല്ലാം കൃത്യമായ ഫലം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യവും ആണ്. ആണ്ടിൽ 1-2 ഉത്സവങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നടക്കുന്നുണ്ട്. ദേവകാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഉള്ള ഉത്സവമാണ് ഇവിടുത്തെ ചടങ്ങ്. പൂജാതി കാര്യങ്ങൾ, പൂജാദികൾക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യതയുള്ളൂ. കലാപരിപാടികൾ, സ്റ്റേജ് ഷോ ഒന്നും ഇവിടെ അവതരിപ്പിക്കാറില്ല. അതിനോട് യോജിക്കുന്ന ഒരു പശ്ചാത്തലവുമല്ല. എന്ന് വിചാരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന് എതിർപ്പുള്ള അമ്പലമാണെന്ന് അർത്ഥമില്ല. കാര്യം ഇവിടുത്തെ ചൈതന്യതാഭാഗങ്ങൾക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും ഇവിടെ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ അതിനൊരു മാറ്റം ഉണ്ടാകണം. സമൂഹത്തിന് യോജിച്ച രീതിയിലുള്ള നടപടിക്രമങ്ങളും കൂടി സ്വീകരിക്കണമല്ലോ. നാട് വരുമ്പം നടുവേ ഓടണമെന്നുള്ള ഒരു അധ്യായം പറയുന്നത് പോലെ തന്നെ നമ്മളും എല്ലാത്തിനോട് യോജിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനെ കൂട്ടിച്ചേർക്കേണ്ടതിരിക്കുന്നു. അങ്ങനെ കാലഘട്ടം അങ്ങനെയായി മാറി മാറി വരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഒരുപാട് പൗരാണികത്വം അവകാശപ്പെടാനുണ്ടല്ലോ അങ്ങേക്ക്, പാരമ്പര്യം തൊട്ട് ഈ ക്ഷേത്രത്തിന്റെ ഇതുവരെ ഒന്ന് പറഞ്ഞാൽ വേണം. അതെ, പൗരാണികം എന്ന് പറയുമ്പോ നൂറ്റാണ്ടുകളല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ ഇതിന്റെ ഓരോ കഥകളും നമ്മളെ പൂർവികർ പറഞ്ഞ് ഉള്ള അറിവ്, വളരെ വളരെ വിശേഷങ്ങൾ, വളരെ വളരെ ശക്തിപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്ര ചരിത്രത്തിൽ ഘട്ടം ഘട്ടമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള പല കാരണങ്ങൾ ഇതിൻ്റെ പൂർവികരെ നമുക്ക് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്, അറിവുണ്ട്. അത് മഹാസത്യങ്ങളാണ്, അല്ലാതെ കെട്ടുകഥകളോ സങ്കല്പകഥകളോ അല്ല. ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് അതെല്ലാം. അത് രാജാവിന്റെ ക്ഷണപ്രകാരം വന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതെ, രാജാവിന്റെ ക്ഷണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ഭാഗം നമ്മുടെ കുളത്തൂര് തൃപ്പാദപുരം എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമുണ്ട്. വിഷ്ണുവും ശിവനും കൂടി കുടിയിരിക്കുന്ന ഒരു മഹാക്ഷേത്രം തൃപ്പാദപുരത്ത് കുളത്തൂര് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ മൂലക്ഷേത്രമെന്നാണ് ഇതിൻ്റെ ചട്ടക്കൂടിൽ പറയുന്നത്. ഇന്നും ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ അവിടുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധമുണ്ട്. അത് പൂർവികമായി അനേകായിരം വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരക്രമമാണ് എന്ന് പറയുന്നുണ്ട്. അതിന് പല കെട്ടുകഥകളും ഉണ്ട്. സങ്കല്പം കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമായ ഒരുപാട് കഥകൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതൊന്നും വിവരിച്ച് നമ്മൾ സമയം വെറുതെ കളയണമെന്നില്ല. ഈ ക്ഷേത്ര കാര്യാദികൾ, ചൈതന്യതാ ഭാഗത്തെ പറ്റി വളരെ പല വിശേഷപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരമ്പലമാണിത്. ശക്തികളെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ അഗ്നിപരീക്ഷ, ഉത്സവാദി ചടങ്ങുകൾക്ക് ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും വിശ്വാസികൾ കണ്ടു നിന്നാൽ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ ദൈവാനുഗ്രഹം പോലും നടന്നു വരുന്നത്. അത് വെറുതെ കാണുന്ന അവസ്ഥയല്ല, സ്വാഭാവികമായിട്ട് നമുക്ക് നേരിൽ കാണാവുന്നതാണ്. ഇവിടുത്തെ ഉത്സവാദി ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നാൽ യാതൊരു പശ്ചാത്തലവും കൂടാതെ തന്നെ ഇവിടുത്തെ ദേവചൈതന്യതാ ഭാഗങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യദർശിയും നടത്തിപ്പുകാരനും എന്നൊക്കെ പറയുന്ന സോമൻ സ്വാമി എന്ന് പറയുന്ന ഞാൻ, എന്നിലൂടെയാണ് ഇപ്പോൾ ഈ അനുഗ്രഹ ഭാഗങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഗ്നിപരീക്ഷകൾ, അതുപോലെ തന്നെ വലിയ വാർപ്പിൽ എണ്ണ വെളിച്ചെണ്ണ തിളപ്പിച്ച് അത് കോരി കുളിക്കുന്ന ഒരു സംഭവം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. രോഗശാന്തിക്കാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതെ, രോഗശാന്തി എന്നല്ല, ആ കുളിക്കുന്ന എണ്ണ ബാക്കി വരുന്നത് രോഗശാന്തിക്കായി ഭക്തജനങ്ങൾ അപ്പോഴേ അത് കോരി തുണി കൊണ്ട് തുടച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. അത്ര വിശ്വാസമാണ് അതിനെ സംബന്ധിച്ച്. അത് മാത്രമല്ല റിസൾട്ടും വരുന്നുണ്ട്. അതെ, അങ്ങനെ അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം അനുഗ്രഹം ഉണ്ട് ഇവിടെ. അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ഇതുപോലെ എണ്ണ തിളപ്പിച്ച് കോരി കുളിക്കുന്ന ഒരു അധ്യായം അന്നും എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന എണ്ണയും ആളുകൾ ഇതുപോലെ
വിശ്വാസികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര മണിക്കാണ് അത് വരുന്നത്? രാത്രി ഒരു 7:30 ശേഷം, രാത്രി പൂജ. വെള്ളിയാഴ്ച അത്താഴ പൂജയ്ക്ക് ശേഷം എല്ലാ വെള്ളിയാഴ്ചയും ആ ചടങ്ങുകൂടെ ഉണ്ട്. അപ്പൊ അത് ഇവിടെ വന്നാൽ വിശ്വാസികൾക്ക് നേരിട്ട് കാണാം. അപ്പോൾ ആ കോരുന്ന എണ്ണ ബാക്കി വരുന്നത് ഭക്തർ ഇതുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംഭവം അടങ്ങിയ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ട് ഒരു ഉദ്ദേശം എത്ര വർഷം? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ട് കണക്കുണ്ട്. ഒരു 40 വർഷത്തിനകം ഇന്ന് കാണുന്ന ദേവീക്ഷേത്രം നിർമ്മിച്ചിട്ട്, ഇന്ന് കാണുന്ന ദേവസമൂഹ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ട് ഇത്രേ ആവുന്നുള്ളൂ. അതിന്റെ പാരമ്പര്യ ഭാഗം, ഇതിന്റെ പൂർവികത ആലോചിച്ചാൽ എത്രയോ നൂറ്റാണ്ടല്ല, ആയിരങ്ങൾക്ക് പഴക്കമുണ്ട് എന്ന് വേണം പറയാം. പാരമ്പര്യ ഭാഗം പറയുന്നത് അങ്ങനെയാണ്. ഓരോ ഘട്ടങ്ങളിലും നടന്ന കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, ഇതിന്റെ മുതിർന്ന ആളുകള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒരു പ്രചരണം നടത്തി ഒരു പരസ്യം ചെയ്ത് ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല, ഞാൻ ഉൾപ്പെടെ. കാര്യം ഇത് കണ്ട് ഒരു ആകർഷണ ഭാഗം, ഒരു കച്ചവട മനോഭാവത്തിലൂടെ ഈ ക്ഷേത്രത്തിന്റെ നടപടികൾ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത് പരസ്യം പത്രമാധ്യമങ്ങളിലൂടെ ഈ ചടങ്ങുകളെ ഇതെന്ന് പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരവസ്ഥയാവും. ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത് എവിടെയാണ് കുറച്ചുപേരെങ്കിലും. കച്ചവടമാക്കാതിരിക്കുകയാണ്. കച്ചവട മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അറിഞ്ഞല്ല, ഒരാള് അനുഭവം പറഞ്ഞ് മറ്റൊരാൾ വന്ന് അങ്ങനെ അറിയുന്ന ഒരവസ്ഥയാണ് സത്യം. അപ്പൊ അത് മാത്രം മതി എന്ന് കണക്കാക്കി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങള് ആണ് ഈ ക്ഷേത്ര ചരിത്രങ്ങളെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആഴ്ചകളോളം പറഞ്ഞാൽ പോലും ഇതിന്റെ കാര്യകാരണങ്ങൾ തീരെയില്ല. അപ്പോൾ ആഗോളമായിട്ട് ഒരു ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ഈ ക്ഷേത്ര ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ മൂല്യമായ കുറച്ച് സമ്പത്തുകളാണ് ഇതിലേക്കിന്നും ഉള്ളത്. ഷടാധാര പ്രതിഷ്ഠ ഉൾപ്പെടെ. അതെ, ഷടാധാര പ്രതിഷ്ഠ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അത് വളരെ മൂല്യസമ്പത്തുകളാണ് ഈ ക്ഷേത്രത്തിന്റെ മുതൽകൂട്ട്. അതിനെ നമ്മളൊരു കച്ചവട ഭാവത്തിലേക്ക് കടത്താൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇന്നും ലോകം അറിയാൻ താമസിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാവം എൻ്റെ ഹൃദയത്തിലും ഇല്ല. അനുഭവത്തിൽ അറിഞ്ഞ് മറ്റൊരാൾ അറിഞ്ഞ് അങ്ങനെ അറിയട്ടെ, അങ്ങനെ അറിയുന്നതാണ് നിലനിൽക്കുന്ന ഒരു അധ്യായം എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, തിരുവനന്തപുരത്ത് ഇങ്ങനെയും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദിവ്യത്വമുള്ളവരും അവർക്ക് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. അതെ, കുടുംബസമേതം തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നെത്തി ആശ്വാസം കണ്ടെത്തി മടങ്ങുന്നുണ്ട്. ഒരുപാട് ദുരിതങ്ങളിൽ നിന്നും ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ആശ്വാസം കണ്ടെത്തി മടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഈ ദേവചരിത്രത്തിലുണ്ട്. അതൊക്കെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പൂർവികത.